Assalamualaikum warahmatullahi wabarakatuh. Namaskaram friends. Garam Masalയുടെ പുതിയൊരു ഇഫ്താർ മെനുവിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിൾ ആയിട്ട് എന്നാലോ അത്യാവശ്യം ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഇഫ്താർ മെനു ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇന്ന് ഡ്രിങ്ക് ആയിട്ട് സെർവ് ചെയ്യുന്നത് പച്ചച്ചക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. പച്ചച്ചക്ക മിൽക്ക് ഷേക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കയൊക്കെ കിട്ടുന്ന സീസൺ ആണല്ലോ ഇപ്പോൾ. കൂടാതെ സ്നാക്കായിട്ട് സെർവ് ചെയ്യുന്നത് പഴംപൊരിയാണ്. പഴംപൊരിയുടെ കൂടെ തന്നെ ബീഫ് കൂടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി കോമ്പിനേഷൻ അല്ലേ പഴംപൊരിയും ബീഫും. അപ്പോൾ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. വേറൊന്നുമല്ല, അവിലും വെള്ളമാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. അവിലും വെള്ളത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആട്ടോ ഇത്. പിന്നെ നമ്മുടെ തരിക്കഞ്ഞിയാണിത്, ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള തരിക്കഞ്ഞിയാണിത്. ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പഴംപൊരിയുടെ റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള ബീഫ് ഫ്രൈ കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. ആ ബീഫ് ഫ്രൈയുടെ റെസിപ്പി കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ഇഫ്താർ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വളരെ കുറച്ച് എമൗണ്ട് കേട്ടോ പഴംപൊരി ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1/2 കപ്പായി. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പല രീതിയിൽ പഴംപൊരിയുടെ ബാറ്ററി ഉണ്ടാക്കാറുണ്ട്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല കേട്ടോ, ഒരു പിഞ്ചൊക്കെ മതി. ഇനി വേണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ പഞ്ചസാര ചേർക്കണം. അത്യാവശ്യം കുറച്ച് മധുരമൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് എന്നാൽ വളരെ കുറച്ച് മതി കേട്ടോ. ഒരു പിഞ്ചോ 2 പിഞ്ചോ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. എപ്പോഴും ഒരേ ടേസ്റ്റിൽ പഴംപൊരി കഴിക്കണ്ടല്ലോ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി അത്. നമുക്കിനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ കുടിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറഞ്ഞതൊരു 3-4 മണിക്കൂറൊക്കെ പൊങ്ങാൻ വേണ്ടി വയ്ക്കണം കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് നല്ല പഴംപൊരി തന്നെ കിട്ടും. ഇനി തീരെ സമയമില്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചാലും മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് മാറ്റാം. 2-3 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള ഇത് തന്നെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഈ ചെറിയ ഗ്ലാസ്സാണ്, ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി ഇഫ്താറിൻ്റെ ടൈമിൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ടാണ് കേട്ടോ ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇത് അടച്ചിട്ട് മാറ്റി വയ്ക്കുകയാണേ. ബീഫ് ഫ്രൈയിലോട്ട് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്. രണ്ടും പാടെ ഒരു 1/2 ഇഞ്ച് നീളമുള്ള പീസാട്ടോ ഇത്. പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ച് വെക്കണം. അടുത്തതായിട്ട് ഞാൻ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഇത്രയും വലുപ്പമുള്ള സവാളയും പിന്നെ ഒന്ന് ചെറുതാണ്. ഇതേപോലെ നല്ല വലുപ്പമുള്ള എടുക്കുക, അല്ലെങ്കിൽ മീഡിയം സൈസ് 3 സവാള എടുക്കാം. പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വളരെ ചെറുതാണ്. പിന്നെ 2 പച്ചമുളക്, അതുപോലെ ഒരു 2 ഇഞ്ചോളം വലുപ്പമുള്ള ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ചെറിയൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പ്രഷർ കുക്കറിലോട്ട് ഞാൻ നേരത്തെ എടുത്ത ഐറ്റംസൊക്കെ മാറ്റിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ബീഫ് ഫ്രൈ ആയിട്ട്. ഇത് ഒരുപാട് നമുക്ക് സ്ട്രെയിനൊന്നും ഇത് വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഐറ്റംസും ഞാൻ ഈ പ്രഷർ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാനുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഈ പ്രഷർ കുക്കറിലോട്ട് ഒഴിക്കണം. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഇരിക്കണ്ടേ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ കുക്കറിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മുടെ കുക്കറിൽ നിന്ന് ഒരു വിസിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഇരിക്കട്ടെ. ഇതിൻ്റെ അകത്തെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം.
ഞാനിവിടെ അവിലും വെള്ളം ഉണ്ടാക്കുക കേട്ടോ. ഞാൻ അവിലും വെള്ളം ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇത് പറയുന്നില്ല. ഞങ്ങൾ വീട്ടിൽ എന്ത് ഡിഷ് ഉണ്ടെങ്കിലും, നോമ്പ് തുറക്കാൻ എന്ത് ഐറ്റം ഉണ്ടെങ്കിലും തരിക്കഞ്ഞി അതുപോലെ തന്നെ അവിലും വെള്ളം നിർബന്ധമാണ്. എൻ്റെ മദറിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവിലും വെള്ളം നിർബന്ധമാണ്. അപ്പോൾ അവിലും വെള്ളം എന്തായാലും ഉണ്ടാക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ അവിലും വെള്ളം ഉണ്ടാക്കിയെടുക്കാം. ഈ അവിലും വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിന് നോമ്പ് തുറക്കുന്ന സമയത്ത് തരിക്കഞ്ഞിക്ക് കുറച്ച് ചൂടായി, അപ്പോഴും നല്ല തണുപ്പുള്ള ഒരു ഡിഷ് തന്നെ നമ്മുടെ അകത്തോട്ട് ചെല്ലും. അതാണ് അവിലും വെള്ളം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം. ഇതിലൂടെ ഞാൻ പാകത്തിന് പഞ്ചസാര ചേർക്കുകയാണ്. വീട്ടിലുണ്ടാക്കുമ്പോഴൊക്കെ ഒരു കൈക്കണക്കാട്ടോ, പ്രത്യേകിച്ച് അളന്നൊന്നും എടുക്കാറില്ല. 1-2 ഗ്ലാസ് മതിയല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് ഡിഷസിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ അവിൽ ചേർക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അവിലാണിത്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ അവിൽ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അവിലും വെള്ളം പെട്ടെന്ന് തന്നെ റെഡിയായി. നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് വെച്ച അവിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രഷർ കുക്കറിൽ പ്രഷർ പോയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു തരിക്കഞ്ഞിയാണ്. സാധാരണ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ വറുത്തിട്ടിട്ട് ഉണ്ടാക്കുന്ന തരിക്കഞ്ഞി കേട്ടോ. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം. പല രീതിയിൽ സേമിയ ചേർത്തിട്ടുള്ള തരിക്കഞ്ഞിയും അതുപോലെ തന്നെ സേമിയൊന്നും ചേർക്കാതെ തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കുന്ന തരിക്കഞ്ഞി, അങ്ങനെ പല തരിക്കഞ്ഞികളുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ വേറൊരു ഇഫ്താർ ദിവസത്തിൽ ഞാൻ ഈ ഇൻസ്റ്റൻറ്റ് തരിക്കഞ്ഞി കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഇടാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഇടുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് പാൽ കൂടെ ഒഴിച്ചാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത് പാൽ ഒഴിക്കാതെ കേട്ടോ ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി പാൽ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കണം. ഇനി ഞാൻ കുക്കറിൽ ചേർക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുത്താലുള്ളൂ നമ്മുടെ ബീഫ് ഷോപ്പിൽ നിന്ന് കിട്ടില്ലേ, റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ബീഫ് പോലെ ആയില്ല. ഞാൻ ഇതിനൊരു പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ബീഫ് ചേർക്കുകയാണ്. ഞാനിവിടെ 1/2 കിലോ ബീഫായിട്ട് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫാണ്. ഈ ബീഫ് ഞാൻ നെയ്യോടുകൂടെ തന്നെ ഉപയോഗിക്കുന്നത്. നെയ്യോടുകൂടെ ഉപയോഗിക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് അങ്ങനെ തിക്കായിട്ടുള്ള അല്ല എണ്ണയ്ക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ബീഫ് കിട്ടുള്ളൂ. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫിനെ ഞാൻ പ്രഷർ കുക്കറിലോട്ട് മാറ്റിയാണ്. ഇത് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല ഐറ്റംസാണ്. ഞാനിത് കുക്കറിലോട്ട് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അടുത്തതായിട്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കുകയാണ്. ഈ മല്ലിപ്പൊടിയൊന്നും ഒരുപാട് ചേർക്കരുത് കേട്ടോ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി അത്ര മതി, അതിൽ കൂടുതൽ ചേർക്കരുത്. അടുത്തതായിട്ട് മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കണം. കാശ്മീരി എരിവ് പറ്റാത്തവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവ ചേർക്കണം. ഒരു 2 പിഞ്ചൊക്കെ ഉലുവ മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഇവിടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ബീഫ് വരട്ടിയതൊക്കെ ആകുമ്പോഴേ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. നല്ല നമ്മൾ ഒരുപാട് ടൈമൊക്കെ വാർത്ത് വെച്ച ബീഫാണെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. അതല്ലാണ്ട് കഴുകിയ ഉടനെയൊക്കെ എടുക്കുന്ന ബീഫാണെങ്കിൽ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഡയറക്റ്റ് തന്നെ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാനിത് അടച്ചു വയ്ക്കാണ്. അടച്ചു വെച്ചിട്ട് നമുക്ക് ഗ്യാസിൻ്റെ മുകളിലോട്ട് മാറ്റാം. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററാണ്. പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള മിക്സഡ് ഫ്ലോർ ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുത്തൊരു ബാറ്ററാട്ടോ ഇത്. ഇനി നമുക്ക് പഴം മുറിച്ചെടുക്കാം. ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത് വന്ന നേന്ത്രപ്പഴമാണ്. ഈ നേന്ത്രപ്പഴം എത്രത്തോളം പഴുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ പഴംപൊരിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പഴംപൊരി നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. നോമ്പ് തുറക്കുന്ന സമയത്ത് വലിയ പഴംപൊരി വേണ്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാനിങ്ങനെ ചെറിയ പഴംപൊരികൾ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ 3 എടുത്തിട്ടുണ്ട്. പഴം മീഡിയം സൈസുള്ള പഴങ്ങളാണ്. അപ്പോൾ എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബാക്കിയുള്ള പഴം നമുക്ക് അങ്ങനെ കഴിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ മുറിച്ചെടുത്ത ഓരോ പഴമായിട്ട് ഞാൻ ബാറ്ററിലോട്ട് ഇട്ട് വയ്ക്കുകയാണ്. നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത്
ആവശ്യത്തിന് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് ബാറ്ററിലൊന്ന് മിക്സ് ചെയ്തുകൂടെ വയ്ക്കണേ. ഇവിടെ നമ്മുടെ എണ്ണ തിളച്ച് വരുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. പഴംപൊരിക്കൊക്കെ വെളിച്ചെണ്ണ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് പ്രഷർ കുക്കറിൽ നമ്മുടെ ബീഫ് വെച്ചതാട്ടോ. ബീഫ് കുക്കായി വരട്ടെ. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴംപൊരിയുടെ ബാറ്ററും അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെയാണിത്. ഇനി നമുക്കിത് എണ്ണയിലോട്ട് മാറ്റാം. എണ്ണ ഒന്ന് ചൂടായി നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ടേ. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഈ പഴം മാറ്റാം. ഇനി ഇത് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ പഴംപൊരി നമുക്ക് തിരിച്ചിടാം. ഇനി പഴംപൊരിയുടെ ഈ സൈഡ് കൂടെ ഫ്രൈ ചെയ്യട്ടെ. നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുക്കറിലെ ഒരു വിസിൽ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒന്നുകിൽ ഇനി 3 വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കിനും നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ പഴംപൊരി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റിയാണ്. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫസ്റ്റ് ബഞ്ച് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി പഴംപൊരിയാണേ. നമ്മുടെ ആദ്യത്തെ ബഞ്ച് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പഴം കൂടെ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഈ പഴംപൊരിയുടെ കൂടെ ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് ആക്ച്വലി പഴംപൊരിയിലോട്ട് മാത്രമുള്ള ബീഫ് അല്ല കേട്ടോ. ഈ ബീഫ് ഇന്നത്തെ ഇഫ്താറിൻ്റെ ഞങ്ങളുടെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് തേങ്ങാച്ചോറാണ്. ഞങ്ങളുടെ നാട്ടിലെ സ്പെഷ്യൽ വിഭവമാണ് ഈ തേങ്ങാച്ചോറ്. എണ്ണയൊന്നും ചേർക്കാത്ത ഒരു വെറൈറ്റി വിഭവമാണ്. ഈ മണ്ണാർക്കാട് ഏരിയയിലുള്ളവർക്ക് അറിയുമായിരിക്കും തേങ്ങാച്ചോറിനെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബീഫ് റെഡിയാക്കുന്നത്. അങ്ങനെ നമ്മുടെ മുഴുവൻ പഴംപൊരി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഫ്രൈ എന്തായാലും നോക്കില്ലേ. ഇനി ഞാൻ കുക്കർ തുറക്കുകയാണ്. കണ്ടില്ലേ, എണ്ണയ്ക്ക് സെപ്പറേറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയ്ക്ക് വിട്ട് നിൽക്കണതിനുണ്ട് കണ്ടോ. നല്ല തിക്കായിട്ടുള്ള ബീഫ് ഫ്രൈ തന്നെയാണ്. ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലേ, നമ്മൾ ഹോട്ടലിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേപോലെ. നമ്മൾ ഇതിലോട്ട് കറിവേപ്പില ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ 2 തണ്ട് കറിവേപ്പിലൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ അടച്ച് വെക്കാം. ഈ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇതിലോട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ സെർവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ള ബീഫ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബീഫ് ഫ്രൈ ഒരു പാത്രത്തിലോട്ട് എടുക്കാം കേട്ടോ. കുറച്ച് ബീഫ് പീസസും കുറച്ച് ഗ്രേവിയും കൂടെ എടുക്കണം. ഈ ഗ്രേവിയിൽ മുക്കിയിട്ട് വേണം നമുക്ക് പഴംപൊരി കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇഫ്താറിനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ അവിലും വെള്ളമാണ്. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ തരിക്കഞ്ഞിയാണ്. ഇത് രണ്ടും ഞങ്ങൾ അവിലും വെള്ളം അതുപോലെ തന്നെ തരിക്കഞ്ഞി ഞങ്ങളുടെ ട്രഡീഷണൽ വിഭവമാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചക്ക ഷെയ്ക്ക് കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താറിനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അവിലും വെള്ളത്തിൽ ഫ്രൂട്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു പ്രത്യേക ഒരു ഫ്രൂട്ട് എടുക്കുന്നില്ല. ഞങ്ങളുടെ സിമ്പിളായിട്ടുള്ള ഇഫ്താർ മെനു എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ. ബീഫും പഴംപൊരിയും അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ട്രഡീഷണൽ വിഭവങ്ങളും അടങ്ങിയ നമ്മുടെ സ്പെഷ്യൽ ചക്ക മിൽക്ക് ഷേക്ക് കൂടെ അടങ്ങിയതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഇഫ്താർ മെനു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.